ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മഹാശിവരാത്രി. നാളത്തെ മന്ത്രജപത്തെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും അതുപോലെ നാളെ രാത്രിയിൽ ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചുമെല്ലാം ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നാളെ രാവിലെ ഉണർന്നതും ചൊല്ലേണ്ട ഒരു അത്ഭുത മഹാമന്ത്രത്തെക്കുറിച്ചാണ്. കഴിവതും നാളെ ശിവരാത്രി ആയതിനാൽ തന്നെ നമ്മൾ വഴിപാടുകളും പൂജകളും ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ പൂജാമുറിയിൽ നാളെ ഒരു ദീപം തെളിയിക്കണം. അതിനു വേണ്ടിയായിട്ടാണെങ്കിലും നമ്മൾ നേരത്തെ ഉണർന്നെഴുന്നേറ്റ് നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. ഈ മന്ത്രം നിങ്ങൾ കുളിച്ചിട്ട് വേണോ ചൊല്ലുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലാമോ, ഇനി അഥവാ നമുക്ക് രാവിലെ പൂജകൾ ചെയ്യുന്ന സമയത്ത് ചൊല്ലാമോ എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നാളെ രാവിലെ എഴുന്നേറ്റ ഉടൻ, നമ്മുടെ കണ്ണുകൾ ആദ്യം തുറന്ന ഉടൻ തന്നെ നമുക്ക് 21 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാം. ഇനി പലരും എപ്പോഴും ഞങ്ങൾ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രമാണ് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ, രാവിലെ ഉണർന്ന ഉടൻ ഞാൻ ചൊല്ലാറുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൊല്ലാം. ഇനി അഥവാ ഇതുവരെയും നമ്മൾ രാവിലെ ഉണരുമ്പോഴും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തും ഏതൊരു മന്ത്രവും ചൊല്ലാതെ കിടക്കുന്നവരാണെങ്കിൽ മറക്കാതെ നാളെ ഒരു ദിവസമെങ്കിലും 21 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലിക്കിടക്കുകയാണെങ്കിൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് തീർന്നു കിട്ടും. നമ്മുടെ മുജ്ജന്മ പാപ കർമ്മഫലങ്ങളെല്ലാം തന്നെ അലിഞ്ഞില്ലാതായി പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം ഇല്ലാതായി തീരും. രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലുവാൻ പറയുന്നതിൻ്റെ പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ മനസ്സിൽ രാവിലെ ഉണരുന്ന സമയത്ത് ഏതൊരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാവില്ല. ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ ആ രാവിലെ ഉണരുന്ന സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ ദൈവീക തിരുനാമങ്ങൾ ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ നമ്മളെ വഴി നടത്തുവാൻ സാധിക്കുന്ന ഒരു അതീതമായ ശക്തി ആ തിരുനാമങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ മന്ത്രങ്ങൾ ചൊല്ലുക, തിരുനാമങ്ങൾ ചൊല്ലുക എന്നെല്ലാം ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്നത്. പക്ഷെ നമ്മൾ ദിവസവും ചൊല്ലുന്നുണ്ടെങ്കിലും ഇനി അഥവാ നമ്മൾ ദിവസവും ചൊല്ലാത്തവരാണെങ്കിൽ പോലും മഹാശിവരാത്രി ദിവസത്തിൻ്റെ തുടക്കമായ നാളെ അതിരാവിലെ ഉണർന്ന ഉടൻ നമ്മൾ ഈ ഒരു തിരുനാമം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തത്രയും മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ശിവഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമ്മളെ തേടി വരുന്നതായിരിക്കും. നാളെ മുഴുവനായിട്ടും നമ്മളെ വഴി നടത്തുവാൻ സാധിക്കുന്ന ഒരു അതിശക്തമായ മന്ത്രമായിട്ടും നമ്മൾ നാളെ രാവിലെ ചൊല്ലുന്ന ഈ മന്ത്രം മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നാളെ എന്തു ചെയ്യുന്നു? ഈ മന്ത്രത്തോടു കൂടിയാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളും മനസ്സിൽ വരില്ല. തെറ്റുകളൊന്നും നമ്മൾ ചെയ്യില്ല. കാരണം നമ്മളോടൊപ്പം ആരുണ്ട്? സാക്ഷാൽ ശിവഭഗവാൻ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മന്ത്രം രാവിലെ ഉണർന്ന ഉടൻ കുളിക്കണമെന്നോ നമ്മൾ ഇനി അഥവാ പൂജകൾ ചെയ്യുന്ന സമയത്താണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നാളെ ഈ മന്ത്രം ചൊല്ലുക എന്ന് പറയുന്നത് ആ ഒരു അത്ഭുത മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ രുദ്രായ നമ. ഓം നമോ ഭഗവതേ രുദ്രായ നമ. ഓം നമോ ഭഗവതേ രുദ്രായ നമ എന്നുള്ള ഭഗവാന്റെ മന്ത്രമാണ്. ഈ മന്ത്രം 21 പ്രാവശ്യം നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട്, കഴിവതും കട്ടിലിന് താഴെ തറയിൽ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ തെക്കു ദിശ ഒഴിച്ച് ബാക്കി ഏത് ദിശ വേണമെങ്കിലും നോക്കിയിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിൽ ശിവഭഗവാന്റെ ഏത് ചിത്രമാണോ ഉള്ളത്, ഏത് ഭഗവാനെയാണോ നമ്മൾ മനസ്സിൽ കാണുന്നത്, ആ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട്, ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട്, ആ ദിവ്യരൂപം നമ്മുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഓം നമോ ഭഗവതേ രുദ്രായ നമ, ഓം നമോ ഭഗവതേ രുദ്രായ നമ, ഓം നമോ ഭഗവതേ രുദ്രായ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഞാനിവിടെ പറയുന്നത് ചുരുങ്ങിയത് 21 പ്രാവശ്യമാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കും. നാളെ ഒഴിവ് ദിവസമാണ്. എനിക്കൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ധ്യാന രീതിയിൽ ഈ മന്ത്രം ജപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അഥവാ നമുക്ക് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ഇതിനോടൊപ്പം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓം നമഃ ശിവായ എന്നുള്ളത് ഒരു മന്ത്രമായിട്ടല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുവാനുള്ള ഒരു മരുന്നായിട്ട് നമുക്ക് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രവും നാളെ ജപിക്കാവുന്നതാണ്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് നാളെ ഉണർന്നതും ഏത് മന്ത്രമാണോ മനസ്സിൽ തോന്നുന്നത്, ഓം ശിവ ശിവ ഓം എന്നുള്ള മന്ത്രമാണെങ്കിലും, ഓം നമഃശിവായ എന്നുള്ള മന്ത്രമാണെങ്കിലും, ഓം ശിവായ നമ എന്നുള്ള മന്ത്രമാണെങ്കിലും, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ രുദ്രായ നമ എന്നുള്ള മന്ത്രമാണെങ്കിലും, ഈ മന്ത്രങ്ങളിൽ ഏതൊരു മന്ത്രമാണെങ്കിലും നാളെ 21 അല്ലെങ്കിൽ 10 15 മിനിറ്റ് നിങ്ങൾക്ക് ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ കയറി ദീപം തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ വരെയും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും ഇടയ്ക്കിടെ സമയം കിട്ടുമ്പോഴെല്ലാം ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. എഴുതുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളെ 108 പ്രാവശ്യം നിങ്ങൾക്ക് കറുപ്പ് നിറത്തിലുള്ള മഷി അല്ലാതെ വേറെ ഏത് നിറത്തിലുള്ള മഷിയാണെങ്കിലും ഉപയോഗിച്ച് ഈ മന്ത്രം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ മറക്കരുത്, നാളെ രാവിലെ ഉണർന്ന ഉടൻ 21 പ്രാവശ്യം ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ച് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.